റൈറ്റ്. ഇനി കുറച്ചു നേരം നമ്മൾ ടെൻഷൻ അടിച്ചേ പറ്റുള്ളൂ. കാരണം ഇത്രയും നേരം നമ്മൾ അടിച്ചു പൊളിച്ചു, ഓണം ഭയങ്കര കളറാക്കി, എല്ലാം ശരിയാ. പക്ഷെ ഇനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ പോകുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ എല്ലാ സ്കിറ്റുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു അല്ലേ? ബിക്കോസ് എല്ലാവരുടെയും സ്കിറ്റ് എന്ന് പറയുന്നത് ഒന്നിനൊന്നും മെച്ചമായിരുന്നു. മെച്ചം, നല്ല നല്ല തമാശകള്, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാ സ്കിറ്റുകൾക്കും, ടൈമിംഗ് ഉണ്ടായിരുന്നു, പെർഫോമൻസ് ആണെങ്കിലും അവരുടെ ഒരു സബ്ജക്ട് വൈസ് നോക്കിയാലും ടോട്ടൽ കോണ്ടന്റ് നോക്കിയാലും എല്ലാം കൊണ്ടും വ്യത്യസ്തമായ സംഭവങ്ങളായിരുന്നു. എങ്കിൽ നമുക്ക് അവരെയും കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് അങ്ങോട്ട് അനൗൺസ് ചെയ്യാം. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ടീം മെമ്പേഴ്സ്, contestants of Comedy Masters Onam Mega Charge Event. നമ്മളെ ചിരിപ്പിച്ച നമ്മുടെ ടീമുകൾ എല്ലാരും എത്തിയിരിക്കുകയാണ്. ചാർജോട്ടാ റെഡിയാണോ? പിന്നെ എല്ലാരും സെറ്റാണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ആസ് യൂഷ്വൽ നമുക്ക് വിന്നേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആയിരിക്കും മെയിൻ വിന്നേഴ്സ്. അത് കഴിഞ്ഞ് നമുക്ക് 4th പൊസിഷൻ, 5th പൊസിഷൻ, അങ്ങനെ ഓരോ പൊസിഷനിലേക്കാണ് പോകുന്നത്. കാരണം നമുക്ക് 3 പ്രൈസസ് എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. യെസ്, ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. സെക്കൻഡ് പ്രൈസ് മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപ. തേർഡ് പ്രൈസ് ഡെവോൺ ഫുഡ്സ് നൽകുന്ന 75,000 റുപ്പീസ്. യെസ്, വലിയ ക്യാഷ് പ്രൈസ് ഒക്കെയാണ്. ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോയിലൂടെ ഇവരുടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പെർഫോം ചെയ്ത് അവിടെ 50,000 രൂപ അടിച്ചിട്ടാണ് എൻട്രി കിട്ടി ഇവിടെ വന്ന് ഇവർ ഈ ഒരു വലിയ ദൗത്യം ചെയ്ത് ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ? ഇനി നമുക്ക് റിസൾട്ടിലേക്ക് പോവാം. റിസൾട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് സ്കിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ തന്നെ പല അഭിപ്രായങ്ങളാണ് അവിടെ ഇരുന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ടീമല്ല പ്രചോദ് പറയുന്ന ടീമല്ല നോബി പറയുന്നത്, ടിനി പറയുന്നത്, മൂത്താപ്പ് പറയുന്നത്, ബക്രു, പ്രസാദ് ചേട്ടൻ. ഞങ്ങൾ തമ്മിൽ തന്നെ ഒരു ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. കാര്യം അത്രയധികം ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ് അതിനർത്ഥം. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, ആർക്കാണ് കൊടുക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഇതൊരു ഓണം മെഗാ ചാർജ് ഈവന്റ് ആയതുകൊണ്ട് ഇതൊരു മത്സര ബുദ്ധിയിൽ എല്ലാവരും എടുക്കാന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. റിസൾട്ട് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. 5 ടീംസ് ഉണ്ട്. ആദ്യം നമ്മൾ 5th പൊസിഷനിൽ ഏത് ടീമാണ് എത്തി നിൽക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന 5 ടീമുകളുടെ ബാറ്ററി നമ്മുടെ ഈ സ്ക്രീനിൽ വരും. അതായിരിക്കും ലെവൽ 1 ബാറ്ററി ചാർജ്. അത് ഫുൾ ആയിട്ട് ചാർജ് കയറിയിരിക്കുന്ന 4 ടീമുകൾ അടുത്ത ലെവലിലേക്ക് പോകും. ചാർജ് കയറാത്ത ഒരു ടീമായിരിക്കും 5ാം സ്ഥാനത്താവുന്നത്. റെഡി? ടീമുകൾ റെഡി ആണെങ്കിൽ ആദ്യം ഞാൻ നോക്കാം നിങ്ങളുടെ ചാർജും കാര്യങ്ങളും, ആരൊക്കെയാണ് ലെവൽ 1 ബാറ്ററി ക്രോസ് ചെയ്തേക്കുന്നുള്ളത്, ഫുൾ ചാർജ് ഏതൊക്കെ ടീം റെഡി ആക്കി എന്നുള്ളത് ഞാൻ നോക്കാം. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടൊന്ന് നോക്കട്ടെ എന്താ സംഭവം എന്നുള്ള. അതെ, അത് മതി. കാരണം ഞാൻ ഇതുപോലെ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എഗെയിൻ ഞാൻ പറയാണ്, ഇത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു മത്സരം മാത്രമാണ്. പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ ലെവലിലാണ് നമ്മൾ എല്ലാവരും എടുത്തത്. ലെവൽ 1 ആരൊക്കെ ചാർജ് കയറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. 5th പൊസിഷൻ, അതായത് 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഏത് ടീമാണെന്നുള്ളത് നോക്കാം അല്ലേ? ഞാൻ ആദ്യം നോക്കാം. റിസൾട്ട് ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. ഞാനേ കണ്ടിട്ടുള്ളൂ ഇപ്പം. ഇനി നമ്മുടെ ടീംസ് റെഡിയാണോ നോക്കാൻ വേണ്ടി? സ്ക്രീൻ ഇവിടെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് പ്രേക്ഷകരും ഇവിടെ ഇരിക്കുന്ന എല്ലാരും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നവർ മാത്രമേ ഇനി തിരിഞ്ഞു നോക്കാനുള്ളൂ. നമുക്ക് നോക്കാം. 1 2 3 നോക്കിക്കോ. ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും കുറവ് ചാർജ് കിട്ടിയിരിക്കുന്നത് ചേട്ടാ സനീഷേട്ടനും സിന്ധു ചേച്ചിക്കുമാണ്. പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ, നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്തു. കാരണം അത്രയും വലിയൊരു കോമ്പറ്റീഷൻ ഇവിടെ വരെ എത്താന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്.
പിന്നെ ഇത്രയും ആൾക്കാർ നമ്മൾ ടി വിയിലൂടെ കണ്ടവരെ അവർ മുന്നിൽ പെർഫോം ചെയ്യാൻ കിട്ടും, അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതാണ് നമ്മൾ മത്സരം അതിൻ്റെ രീതിയിൽ തന്നെ പോകും. എങ്കിലും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കാരണം നമ്മളെ ടി വിയിലൂടെ ഒക്കെ കണ്ടു വളർന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ ഇത്രയും അടുത്ത് നമുക്ക് പ്രോഗ്രാം ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ട അത് ഞാനും അവളൊക്കെ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പോലും സന്തോഷം ഞങ്ങൾക്ക് വേറെ ഇല്ല. പിന്നെ അനീഷ, ഇത് ഇന്നത്തെ ഈ വേദിയിലെ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന ഒരു മത്സരത്തിന് മാത്രം റിസൾട്ടാണ്. ഇതല്ല നാളെ റിസൾട്ട് ഇത് മാറും. അപ്പൊ ഇത് അതിന്റേതായിട്ടുള്ള നിങ്ങൾ അതിന്റെ കറക്റ്റ് സ്പിരിറ്റിൽ എടുത്തു. അടിപൊളി. അല്ല, എല്ലാ ആശംസകളും. ഒരു കാര്യം പറയാം, ഇവര് ആദ്യമായിട്ട് പെർഫോം ചെയ്യാണ്ടായിരുന്നു ഈ വേദിയിൽ വെച്ചിട്ട്. ആദ്യമായിട്ട് ഇവരെന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആദ്യം തന്നെ ഇവര് ബമ്പർ ഫുൾ ബാറ്ററി ചാർജ് ചെയ്ത് നേരെ ഇവിടെ കേറിയ ആൾക്കാരാണ്. ഞാൻ ഏറ്റവും ചിരിച്ചു മറിഞ്ഞത് നിങ്ങളുടെ സ്കിറ്റിലായിരുന്നു. അപ്പൊ ഞാൻ പറയണത് ആക്ച്വലി ഇന്നത്തെ പെർഫോമൻസിൽ കുറച്ച് ഞാൻ ഷോക്കായിരുന്നു. അങ്ങനെയല്ലായിരുന്നു ഇവര്. സോ എന്തായാലും ഇവിടെ വന്നു. ഒന്നുമില്ലെങ്കിൽ ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ ടോപ്പ് എന്താ പറയാ 5 അതന്നെ വലിയ കാര്യമാണ്. സനി ചേട്ടാ, സിന്ധു ചേച്ചി 5ാം സ്ഥാനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഷാജൻ ചേട്ടാ, ഇവർക്കൊരു മെമ്മന്റോ നമ്മൾ നൽകണ്ടേ? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് നൽകാം. 5th പൊസിഷനിൽ എത്തിയിരിക്കുന്ന സിന്ധു ചേച്ചി ആൻഡ് സനി ചേട്ടൻ. 5ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ സനി ചേട്ടൻ ആൻഡ് സിന്ധു ചേച്ചി, കൺഗ്രാറ്റുലേഷൻ. അടിപൊളി, സൂപ്പർ സൂപ്പർ. താങ്ക് യു സോ മച്ച്. അങ്ങനെ 5ാം സ്ഥാനം നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് നെക്സ്റ്റ് ലെവലാണ്. അതായത് ഇനി 4 ടീമുകളാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ബാറ്ററിയുടെ ലെവൽ 2 ആരൊക്കെ ഫുൾ ചാർജ് ആക്കി എന്നുള്ളത് നമ്മൾ അറിയും. ഇതിലും നേരത്തെ പോലെ തന്നെ ചാർജ് കുറഞ്ഞ ടീമായിരിക്കും നമ്മുടെ അടുത്തുനിന്ന് ബൈ പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇത് നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരാളെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ഇവിടെ ഏറ്റവും കൂടുതൽ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, നമ്മുടെ ടിനി ചേട്ടൻ. അപ്പൊ എന്തായാലും 4th പൊസിഷനിൽ ആരാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം നോക്കിയിട്ട് വരാം. ചാർജുട്ടാ റെഡി ആണല്ലോ? പ്രേക്ഷകർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ആരാണ് 4th പൊസിഷനിൽ എത്തിയിരിക്കുന്ന ടീം എന്നുള്ളത് നോക്കാം. ഓൾറൈറ്റ്, 4th പൊസിഷനിൽ ആരാ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആസ് എ ടീം നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കിയാലോ? നോക്കൂ. ബൈജുക്കുട്ടൻ ചേട്ടാ, പ്രവീൺ ചേട്ടാ, നിങ്ങളാണ് 4ാമത്തെ പൊസിഷനിൽ എത്തുന്നത്. ആ ചിരി ഉണ്ടല്ലോ, അപ്പോഴത്തെ ആ ചിരിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ. എന്ത് പറയുന്നു ഷാൻ ചേട്ടാ? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ആർക്ക് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്തായാലും ഒരു ജഡ്ജിങ് പാനലിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ മോശമാണെന്നല്ല, നിങ്ങൾ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായിട്ട്, അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ടൈമിങ്, നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ടൈമിംഗ് എല്ലാം സൂപ്പർബായിരുന്നു. ഇനി ഒരുപാട് നിങ്ങൾ രണ്ടുപേരും നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഇനി ഒരുപാട് ഗംഭീര സ്കിറ്റുകൾ ചെയ്യാൻ ഒരുപാട് സൂപ്പർ സംഭവങ്ങളായിട്ട് നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ 4ാം സ്ഥാനം നേടിയിരിക്കുന്നത് നിങ്ങൾക്ക്. ടിനി ചേട്ടാ, നമുക്കൊരു മെമ്മന്റോ നൽകേണ്ടതാണ്, പ്ലീസ്. Congratulations. All right, thank you so much. എന്റെ ഒരു ഭാഗ്യം എന്താന്ന് പറഞ്ഞാല് ബിജുക്കുട്ടൻ എന്റെ കൂടെ ഉള്ള ഒരാളാണ്. അതെ, ബിജുക്കുട്ടന്റെ അനിയൻ ബൈജുക്കുട്ടന് എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. സൂപ്പർ. 4ാം പൊസിഷനാണ് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. എനിവേസ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ബൈജുക്കുട്ടൻ ചേട്ടനും പ്രവീൺ ചേട്ടനും പോയിരിക്കുകയാണ്. അവരായിരുന്നു 4th പൊസിഷനിൽ. അപ്പം താങ്ക് യു സോ മച്ച് ചിനി ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഞാൻ പോവൂല. അത് നൈസായിരുന്നു. ആ സ്റ്റെപ്പ് നൈസായിരുന്നു. ഓൾറൈറ്റ്, ബാക്ക് ടു നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിൽ നമ്മൾ നോക്കുമ്പോൾ 3ാം സ്ഥാനത്ത് ഏത് ടീം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. സെക്കൻഡ് റണ്ണർ അപ്പ് ആരാണ്? എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട്. വിഷ്ണുപ്രിയ മിക്കാർ ഇപ്പൊ തലയുറ്റി വീഴുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾക്ക് 75,000 രൂപ കിട്ടും. അല്ല, അവന് മാത്രം ഒരു ടെൻഷൻ ഇല്ല, ചെറിയ ആൾക്ക് അവന് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. താഴെ ഭൂമി അവൻ മാത്രം കൂളാണ് അല്ലേ? നമ്മളിവിടെ പൊളിക്കാൻ വന്ന ഏത് മൂഡ്? ഓണം മൂട്. ആ പിന്നെ അല്ല, ഇവൻ കുറച്ചു നേരത്തെ ഇവിടെ അവന്റെ ചേച്ചി എടുത്ത് പറഞ്ഞു ഇത് കഴിഞ്ഞിരുന്നെങ്കിൽ ലുലു മാളി പോവായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടെന്നുള്ളത് അറിയാം. സമ്മാനം കിട്ടിയാല് അവൻ എന്ത് മേടിച്ചു കൊടുക്കും? അത് മിഠായിക്ക മതി. അവന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഇല്ല. അല്ല, ലാസ്റ്റ് ടൈം മോനോട് ചോദിച്ചപ്പോ മോന് പറഞ്ഞു എല്ലാം ഞാൻ അച്ഛനമ്മയ്ക്ക് കൊടുക്കും. ബാക്കി അത് അത്രേ ഉള്ളൂ. ഭയങ്കര ക്ലിയർ ആണ്. അതെ. അപ്പം ഇനി 3 ടീമുകളാണ് ബാക്കിയുള്ളത്. ഈ 3 ടീമുകൾക്കും ക്യാഷ് പ്രൈസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ആ ക്യാഷ് പ്രൈസ് ഏതൊക്കെയാന്ന് ഒന്നുകൂടെ പറയണ്ടേ? 1ാം സമ്മാനം അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് മിൽമ നൽകുന്ന 1 ലക്ഷം രൂപ. തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ദേവോൺ ഫുഡ്സ് നൽകുന്ന 75,000 രൂപ. വിച്ച് മീൻസ് നമ്മളിപ്പോ അനൗൺസ് ചെയ്യാൻ പോകുന്ന ടീമിന് ലഭിക്കുന്നത് 75,000 rupees. അപ്പം അത് നൽകുന്നത് ഡെവൻ ഫുഡ്സ് ആണ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ KK ഷജീന്ദ്രൻ സാർ, ഡെവൻ ഫുഡ്സ് ലിമിറ്റഡിന്റെ CEO ആണ്. സർ, can you please join us? അപ്പൊ 75,000 rupees ഗ്യാരണ്ടീഡ് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സാറിനും ടെൻഷൻ ഉണ്ടാവും. സാർ എന്തായാലും സ്കിറ്റുകളും പെർഫോമൻസ് ഒക്കെ കണ്ടല്ലോ. സോ വാട്ട് യു ഫീൽ സർ? I was telling him that these kind of programs really give opportunities for a lot of young people. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല, കൊണ്ടുവരാൻ പറ്റിയില്ല. ഇന്നിപ്പം നോക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ ഇതിൽ. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറേ പ്രൊമോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം ലോട്ട് ഓഫ് യങ് പീപ്പിളാണ് ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് വരുന്നത്. And we are always going ahead and promoting these young people. ഇനിയും വരട്ടെ. അത് മാത്രമല്ല സാർ, ഈ അവസരത്തിൽ ഞാൻ പറയാണ്, നമുക്കിവിടെ ചെറുതോ വലുതൊന്നുമില്ല. ഇപ്പൊ സാറിന് ഒരു സ്കിറ്റ് പെർഫോം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വന്നോളൂ, ഇവിടെ ചിരിക്കാം, അടിച്ചു പൊളിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് അല്ലേ നോബി ചേട്ടാ? അല്ല, പക്ഷെ ഒരു കാര്യം മെയിൻ കാര്യം സർ, ബാറ്ററി ചാർജ് ചെയ്യണം, അപ്പോഴേ കാശ് കിട്ടൂല. അതത്രേ ഉള്ളൂ. അല്ലല്ല, കാശ് സാറ് കൊണ്ടുവന്നിട്ട് സാർ എന്നെ കൊണ്ടുവയ്ക്കും. അങ്ങനെ ചെയ്യാം. അല്ല, റീസെൻ്റ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് ഒരു +2 വിദ്യാർത്ഥി എന്നെ കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, സാർ സ്പോർട്സ് ഒക്കെ ആക്ടിവിറ്റി ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചോളെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എൻ്റെ സ്കൂളിനൊരു വോളിബോൾ ടീമുണ്ട്, under-17, under-19. സാറ് ഒരു വർഷത്തേക്ക് സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നന്നായി കളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു ദിവസം വന്ന് കാണണമെന്ന് പറഞ്ഞു. ആ കുട്ടി എന്നെ ഒരു 3 തവണ തുടർച്ചയായി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഫൈനലി ഒരു ദിവസം ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, ഏതായാലും ഈ കുട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ, ഒരു ദിവസം പോയി ഒരു അരമണിക്കൂർ ഇവർ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് I just watched 10 minutes. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പ്രിൻസിപ്പാളിനെ കാണണം എന്ന് പറഞ്ഞു. I went and told the principal that I will sponsor your team for 1 year എന്ന് പറഞ്ഞു. അത്രയും നന്നായി കളിച്ചു. അപ്പം പ്രിൻസിപ്പാൾ പറഞ്ഞു ആദ്യമായിട്ടാണ് പെൺകുട്ടികളുടെ ടീമിന് ഒരു സ്പോൺസർ കിട്ടുന്നത്. നല്ല കാര്യങ്ങളാണ്. ഞങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ട് സാർ, ക്യാമ്പിലേക്ക് 5 മിനിറ്റ് കൊണ്ട് 1 വർഷത്തെ പരിപാടി സാർ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. സമയം കിട്ടുമ്പോൾ വന്ന് കാണാം. ഒത്തിരി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് നമ്മള്. നാളെ തന്നെ നമ്മൾ വേറെ ഒരു പ്രോഗ്രാം അമൃതയുടെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി സപ്പോർട്ട് സർ. അപ്പം നമുക്ക് എന്തായാലും റിസൾട്ടിലേക്ക് കടക്കാം. സെക്കൻഡ് റണ്ണർ അപ്പ് ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ചാർജുടാ, പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ടൈം ആയിരിക്കാണ്. നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത്, ഞാൻ ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ടീമുകൾക്കും കൺഫ്യൂഷനായി, ശ്വേത ചേച്ചിക്കും കൺഫ്യൂഷനായി, ഷാജൻ ചേട്ടനും കൺഫ്യൂഷനായി, സാറിനും. അങ്ങനെയാണെങ്കിൽ മാമന്മാരെ നോക്കാം, ടെൻഷൻ വേണ്ട.
നമുക്ക് നോക്കാം. നോക്കാം. റെഡി മക്കളെ? റെഡി? റെഡി. വിഷ്ണുപ്രിയ, ഷജീറേട്ടാ റെഡി? ഓൾറൈറ്റ്, 1 2 3 നോക്കിക്കോ. നമ്മുടെ സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ട് എത്തിയിരിക്കുന്നത് ഷജീറേട്ട ആൻഡ് വിഷ്ണുപ്രിയ. കൺഗ്രാറ്റുലേഷൻസ്. പ്ലീസ് ജോയിൻ us. വരൂ. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിലെ സെക്കൻഡ് റണ്ണറപ്പ് ആയിരിക്കുന്ന ഈ ടീമിന് ലഭിക്കുന്നത് ഡെവോൺ ഫുഡ്സ് നൽകുന്ന 75,000 രൂപ. അത് മാത്രമല്ല, നമ്മുടെ സൈഡിൽ നിന്നും ആസ് എ ടോക്കൺ ഓഫ് ലവ് ഒരു മൊമെന്റേയും ലഭിക്കുന്നുണ്ട്. ഷാജു ചേട്ടാ, സർ നമുക്കത് നൽകാം. കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ് റണ്ണറപ്പിന് നൽകുന്നു ഡെവോൺ ഫുഡ്സ് നൽകുന്ന 75,000 രൂപ. താങ്ക് യു ഷജീന്ദ്രൻ സർ, താങ്ക് യു സോ മച്ച്. മെമ്മന്റോ നൽകുന്നതിനായി ഞാൻ ഷാജു ചേട്ടനെയും ശ്വേത ചേച്ചിയും പ്ലീസ്. താങ്ക് യു ഷജീറേട്ട, താങ്ക് യു വിഷ്ണുപ്രിയ, ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ആൻഡ് ഷജീന്ദ്രൻ സർ, യു വെയർ ട്രൂലി ഗുഡ് വിത്ത് അസ്. ആൻഡ് സാറിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ട്, കലാകാരന്മാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് അറിയാം. ഞങ്ങളുടെ സൈഡിൽ നിന്നും ഒരു ആദരവ് സാറിന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്വേത ചേച്ചി, ഐ റിക്വസ്റ്റ് യു ടു ഡു ദാറ്റ് പ്ലീസ്. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങളുടെ ടീമായിട്ട് ഒരു ദിവസം ഇവിടെ വരണം. ഓൾറൈറ്റ്, യാ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ അല്ലെ, ഏറ്റവും യങ് ആയിട്ടുള്ള നമ്മുടെ കണ്ടസ്റ്റന്റ് ആണ് തനിയും തനിയുടെ സിസ്റ്ററും. ഇവരുടെ കഥ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ കേട്ടിട്ടുള്ളതാണ്. അതായത് ജസ്റ്റ് ഇവിടെ വന്നൊന്ന് സ്കിറ്റ് ചെയ്താൽ മതി എന്ന ആഗ്രഹവുമായി വന്ന പിള്ളേരാണ്. അത് ചേച്ചിക്ക് വേണ്ടി. കറക്റ്റ്. മോൾക്കാണ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, എങ്ങനെയെങ്കിലും എനിക്ക് കോമഡി മാസ്റ്റേഴ്സിൽ ഈ മത്സരത്തിൽ ഭാഗമായിട്ട് ഇവിടെ പൈസ ജയിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവളുടെ ഒരു ആഗ്രഹം ഇന്ന് കോമ്പറ്റീഷനിൽ വന്ന് ലാസ്റ്റ് 2 ടീംസ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഹൗ ആർ യു ഫീലിംഗ് മോളെ? വെരി ഹാപ്പി. ആണോ? ഒരു എക്സാം ജയിച്ച പോലത്തെ ഒരു ഫീലിംഗിലാണല്ലേ? അതെ. അവരെയും അതേപോലെ തന്നെ നമ്മൾ പറയണം, അവരുടെ ടെൻഷൻ വേറെ ലെവലിലാ. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ഫൈനൽ ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. 2 ടീമുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ ഒരു ടീം ഫസ്റ്റ് ആൻഡ് ഒരു ടീം ആയിരിക്കും സെക്കൻഡ് പ്രൈസ് നേടുന്നത്. ആസ് യു നോ, നമ്മുടെ ക്യാഷ് പ്രൈസ് ഒന്നും കൂടെ ഞാൻ അങ്ങ് പറയാൻ പോവുകയാണ്. ഒന്നാം സമ്മാനം അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ. രണ്ടാം സമ്മാനം മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപ. രണ്ടും കട്ടയ്ക്ക് മത്സരിച്ച ടീമുകളാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്മോൾ വേഴ്സസ് ലാർജ് ഒന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ ഏജിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ ഫീലിംഗ് എന്താ തോന്നുന്നത് ചേട്ടാ? ഞാൻ ആദ്യം ചോദിക്കട്ടെ, പിള്ളേരാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ എന്താണ് തോന്നിയത്? പിള്ളേർ ഇവിടെ തോറ്റത് ആണക്കേടാണ്. ഈ ഷോയുടെ ആദ്യം മോൻ ഒരു എൻട്രി തന്നായിരുന്നില്ലേ, വന്നത് ക്ഷമിക്കണമെന്നും അല്ല അനുഗ്രഹം വേണമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പോൾ അത് മൊത്തം അവന്റെ അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അമ്മ എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ഫ്രെയിമിലൊന്നും കിട്ടിയില്ല, പക്ഷെ ഞാൻ കണ്ട അമ്മയുടെ ഒരു സ്നേഹം അവനെ എടുത്ത് നമുക്ക് ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു വേദിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് നന്നായിട്ട് ഫീൽ ചെയ്ത് അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി ഇവർക്ക് ഒരു സമ്മാനം കിട്ടണം, അത് ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടണം എന്നെൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു. ആ നല്ല മനസ്സ് അതേപോലെ ദൈവം ഫീൽ ചെയ്ത ഒരു കാര്യം. അതെ, മനസ്സിലായി. അപ്പൊ എന്തായാലും നമ്മൾ ഇനി റിസൾട്ട് അറിയാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് ജസ്റ്റ് ഒരു ചെറിയ ചടങ്ങ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് മിൽമയുടെ ചെയർമാൻ ശ്രീ വത്സലൻ പിള്ളൈ CN. സോ can you please join us? അതോടൊപ്പം തന്നെ അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ കൃഷ്ണചന്ദ്രൻ, ഒപ്പം അമൃത TV ക്രിയേറ്റീവ് ഹെഡ് ശ്രീമതി സിന്ധു മോഹൻ.
അമൃത TV നൽകുന്ന ആദരമാണ് അടുത്തതായിട്ട്. ഫസ്റ്റ് റണ്ണർ പ്രൈസ് മണി നൽകുന്ന മിൽമ ചെയർമാൻ ശ്രീ വത്സലൻ സർ. ആദരിക്കാനായി ഞാൻ ശ്വേത ചേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റ് കുറച്ചുകൂടെ കളർഫുൾ ആക്കാനും സാറിന്റെ ഒരു സപ്പോർട്ട് വളരെയധികം നമുക്ക് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ ആരാണ് വിന്നർ എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ടെൻഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആണ്. എല്ലാവരും ടെൻഷനിലാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ ടെൻഷൻ അടിക്കാണ്ടിരിക്കുന്നത്. അത് നമ്മുടെ തനയാണ്. തനയ് ഫുൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കാൻ പോകുന്നത്. എന്തോ ആദ്യമായിട്ടായിരിക്കും ഒരു മത്സരത്തിന്റെ അവസാനത്തിലെ 2 ജനറേഷനിലുള്ള ആൾക്കാർ നമ്മള് ഫൈനലായിട്ട് ആരാണ് ഇന്ന് ഇവിടെ വിജയിച്ചിരിക്കുന്നത്, അതായത് ഫസ്റ്റ് പൊസിഷൻ നേടിയിരിക്കുന്നത് ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആസ് യു ഓൾ നോ, അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ ഏത് ടീമിനാണ് ലഭിക്കുന്നതെന്നുള്ളത് നമ്മൾ അറിയാൻ പോവുകയാണ്. 2ാം സ്ഥാനം നേടിയ ടീം വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ലെറ്റ്സ് സീ ടുഗദർ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ടൈറ്റിൽ വിന്നർ ആരാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. നല്ലൊരു കൈയടി. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിലെ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്ന ടീം നോക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, പ്രേക്ഷകർ ഉൾപ്പെടെ ഇവിടെ എല്ലാരും അറിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ടീമും ശ്വേത ചേച്ചിയും, സാറിനും ടെൻഷൻ ഉണ്ടെന്ന് അറിയാം. സാറൊക്കെ അറ്റൻഷൻ ആയിട്ട് നിൽക്കാണ്. ഷാജൻ ചേട്ടാ റെഡിയാണോ? എന്നാ ഞാൻ കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെന്റിന് ടീമുകൾ നോക്കണ്ട, നമ്മൾ ആദ്യം ഒന്ന് നോക്കി. ഓക്കെ, ടീമുകൾ നോക്കുന്നില്ല, നിങ്ങൾ 2 പേരും നോക്കരുത് കേട്ടോ. 2 പേരും നോക്കരുത്. നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോഴത്തെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എല്ലാ മലയാളി പ്രേക്ഷകരും ഇപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റ് കാണുന്ന എല്ലാവരും റിസൾട്ട് അറിഞ്ഞു. അറിയാത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഈ 2 ടീമുകളാണ്. എല്ലാവരും ഇവിടെ ഓണായിട്ട് ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ അറിയാൻ പോവുകയാണ്, പറയാൻ പോവുകയാണ്. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്ന ടീം തിരിഞ്ഞു നോക്കിക്കോളൂ. അതെങ്ങനെയുണ്ട്? ഒപ്പം തന്നെ ഈ അവസരത്തിൽ പറയട്ടെ, നമ്മുടെ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയ നമ്മുടെ ടീം അല്ലേ, തനയ് ആൻഡ് തൻവി, കൺഗ്രാറ്റുലേഷൻസ്. എടുത്ത് പൊക്ക് നമ്മുടെ ചെക്കനെ. മിടുക്കനാട്ടോ. ഈ ഫസ്റ്റ് നിനക്കും കൂടെ അവകാശപ്പെട്ടുണ്ട. തനയ് ആൻഡ് തൻവി, നമ്മുടെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് നേടിയിരിക്കുന്നത് തനയ് ആൻഡ് തൻവിയാണ്. ഇത് ഞാൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോ തന്നെ സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു സാർ ഇപ്പൊ പറഞ്ഞത്? എന്റെ ആഗ്രഹം ഇവർക്ക് തന്നെ കൊടുക്കണമെന്നായിരുന്നു. അതായത് മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപ സേഫ് ആയിട്ട് സാർ ആർക്കാണോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച അവർക്ക് തന്നെ ലഭിച്ചിരിക്കുന്നു. അതെ, സന്തോഷായി. ശരിയാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ചെറിയ തോതിലുള്ള മിമിക്രിയൊക്കെ കലാഭവൻ ആരംഭിച്ച കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് ഇല്ലാത്തൊരവസരം ഈ കുട്ടികൾക്ക് കിട്ടിയതിൽ
വലിയ സന്തോഷം. വെരി ഗുഡ്. Alright, thank you so much. അമ്മ എന്തായാലും ഫസ്റ്റ് റണ്ണറപ്പ് നേടിയിരിക്കുന്ന തനയ ആൻഡ് തൻവി. മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചെയർമാൻ സർ, വത്സൻ സർ, അത് നൽകേണ്ടതാണ് 1 ലക്ഷം രൂപ പ്ലീസ്. അതല്ല, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് 1.5 ലക്ഷം രൂപ. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്ത് ചെയ്ത്? അതൊന്നും അവനൊരു വിഷയമല്ല. ഞാനും ചെറുതായപ്പോ ഞാൻ ആകെ അറിയാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മിൽമ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രാവിലെ നമ്മൾ കണി കണ്ടുകൊണ്ടിരുന്ന നന്മയാണ് മിൽമ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവന്റെ മനസ്സിൽ ഇതാണ്, ആ മിൽമയുടെ കുറെ സാധനങ്ങൾ എനിക്ക് കിട്ടി അല്ലേ, മധുരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടി, അത്രേ ഉള്ളൂ. ജോളി ലൈഫ് എന്ന് പറഞ്ഞാൽ ജോളി ആവാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഉമ്മ ലവ് യു ചക്കരെ, അടിപൊളി. അതുപോലെ തന്നെ ഒരു മൊമെന്റോയും കൂടെ ഉണ്ട്. ശ്വേത ചേച്ചി വേണം അത് നൽകാനായി. നമ്മുടെ ഫസ്റ്റ് റണ്ണറപ്പിന് നൽകുന്നു ശ്വേത ചേച്ചി. Token of love from Comedy Masters on a Mega Charge event. Thank you so much, sir. Thank you for your presence. Alright, നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത മൊമെന്റിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ നേടിയിരിക്കുന്ന നമ്മുടെ സ്വന്തം രഞ്ജിത്ത് ഏട്ടൻ, രജീഷ് ഏട്ടൻ, കൺഗ്രാറ്റുലേഷൻസ്. പൈസ വേണോ മൊമെന്റോ വേണോ ആദ്യം, അതോ ഫുൾ ആഘോഷം ഒരുമിച്ച് വേണോ? എന്താണ് കേക്കട്ടെ? എല്ലാം വരട്ടെ. അതാണ് അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആസ് എ ടോക്കൺ ഓഫ് ലവ് മച്ച് അവൈറ്റഡ് നമ്മുടെ മൊമെന്റോയും നൽകുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കൃഷ്ണനന്ദൻ സാറിനെയും സിന്ധു ചേച്ചിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ടു ഹാൻഡ് ഓവർ അമൃത TV നൽകുന്ന ഫസ്റ്റ് പ്രൈസ് ആയ 2 ലക്ഷം രൂപ പ്ലീസ്. Congratulations! Comedy Masters on a Mega Charge event winner! സൂപ്പർ. ഇതോടൊപ്പം തന്നെ ഒരു മൊമെന്റോയും കൂടെ നമ്മൾ നൽകുന്നുണ്ട്. ശ്വേത ചേച്ചി. യെസ്. So, ഇതാണ് നമ്മുടെ വിന്നേഴ്സ് ആൻഡ് ദ സെക്കൻഡ് റണ്ണർ അപ്പ്. ഒന്ന് നടന്നിട്ട് ഇങ്ങോട്ട് വായോ രണ്ടുപേരും. വാ നിങ്ങളും പോട്ടെ.